അതൊരു പൊട്ടക്കിണറിന്റെ മുകളിൽ, അതിന്റെ മുകളിലുള്ള കല്ലാണ്. ഒരു പൊട്ടക്കിണറാണ്, നിറച്ച് കല്ലിട്ട് വെച്ചാൽ അതിന്റെ ഉള്ളിൽ 70 മുശ്രിക്കുകളുടെ മയ്യത്തുകൾ, അബൂജഹൽ അടക്കം ഉത്ബത്തു ശൈബത്തു എല്ലാം അതിന്റെ ഉള്ളിലല്ലേ. സകല മയ്യത്തുകളെയും ആ കുഴിയിലേക്ക് തള്ളിയിട്ട് റസൂലുള്ള ചോദിച്ചില്ലേ, എന്നോട് എന്റെ റബ്ബ് ചെയ്ത കരാറ് പൂർത്തിയാക്കിയില്ലേ? സഹാബത്ത് ചോദിച്ചു, ആരോട് നബി ഉണ്ടത്? ഈ മരിച്ച ആൾക്കാരോട്. അവർ കേൾക്കും. എന്തിനാ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വ്യക്തമായി അവരിപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി. ഈ മണ്ണിനകത്തൊരു അത്ഭുത, അവർക്കുള്ള കൊടുത്ത നിന്യത. തലേന്ന് രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാ, ഇവിടെ അബൂജഹല് മരിച്ചു വീഴും, ഇവിടെ ഉത്തുബത്ത് മരിച്ചു വീഴും. മരിച്ചു വീഴുന്ന സ്ഥലങ്ങൾ വരെ മാർക്ക് ചെയ്ത് കാണിച്ചു എന്നാണ്. ആ 70 ആളുകളെയും അവിടെ കുഴിച്ചു മൂടി. അത്ര തന്നെ ആളുകളെ പിടിച്ച് കെട്ടിയിട്ടു. ബാക്കിയുള്ളവരൊക്കെ മക്കയിലേക്ക് പൊടിച്ചുപോയി. ജീവിതത്തിൽ മക്ക മുശ്രിക്കുകൾക്ക് മറക്കാൻ കഴിയാത്തൊരു പരാജയം, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും അഭിമാനവും കിട്ടിയ ഒരു ദിവസം. ഖുർആൻ ഈ ദിവസത്തിന് പറഞ്ഞ പേര് തന്നെ യൗമുൽ ഫുർഖാൻ എന്നാണ്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും ഏറ്റുമുട്ടി സത്യം ജയിച്ച ദിവസം. അതാണ് ബദർ. നിങ്ങൾ റമദാൻ 15 ഇവിടേക്ക് വരണം. ഇവിടെ ഒരു പോത്തും അറിയില്ല. നിങ്ങൾ റമദാൻ 15 ഇവിടേക്ക് വരണം. ഇവിടെ നെയ്ച്ചോറിന്റെ ഒരു ചെമ്പും തിളക്കുന്നത് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റൂല. നിങ്ങൾ റമദാൻ 15 ഇവിടുത്തെ പള്ളികളിലെല്ലാം ഒന്ന് കറങ്ങി നോക്കണം. നമ്മളെ നാട്ടിൽ ചെല്ലുന്ന മാതിരി ദിക്റും ബൈത്തൊന്നും ഇവിടെ ഇല്ല. എന്താ കാരണം? ഈ നാട് ശരിയില്ലാത്തതുകൊണ്ട് നാട്ടുകാർ ശരി. ഇവിടുന്നാണ് ദീൻ അങ്ങോട്ടേക്ക് പോയത്. നാട്ടിൽ നിന്ന് ദീൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല. പലപ്പോഴും ആളുകൾ വെച്ചെന്നറിയാം, നമ്മളെ നാട്ടിൽ നിന്ന് ദീൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല. ദീനിന്റെ ഹെഡ് ഓഫീസ്, ദീനിന്റെ മർക്കസ് ഇതാണ്. ഇവിടുന്നാണ് ദീൻ അങ്ങോട്ടേക്ക് പോയത്. അതെന്തുകൊണ്ട്? നേതാക്കന്മാരും പണ്ട് കാലത്ത് കാണിച്ചില്ല. അതൊക്കെ പിൽക്കാലത്ത് കുറെ ആളുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആണ്ട് പുതിയതാണെന്നാ. സത്യത്തിൽ ആണ്ടല്ല പുതിയത്, ആണ്ടിനെ എതിർക്കണതാ പുതിയത്. നല്ലോണം ചിന്തിക്കണം. നമ്മൾ നേരെ അതാ ചിന്തിക്കുക. ഉദാഹരണം ഞാനൊരു സംഭവം കൂടി പറഞ്ഞുതരാം. സൗദി അറേബ്യയിൽ പോകും ചില ആളുകൾ. നമ്മളൊക്കെ പോകും, ഉംറക്കും ഹജ്ജിനൊക്കെ പോകും. മണ്ണായി കിടക്കുന്ന ഇങ്ങനെ കാണും. സ്വഹാബത്തിന്റെ മക്കബറകള്, ഖദീജയുടെ മക്കബറ, മനസ്സിലായില്ലേ? ഹംസയുടെ മക്കബറ, ഇതൊക്കെ ഇങ്ങനെ മണ്ണായി കിടക്കുന്നത് കാണും. അപ്പോൾ ഈ അവസരം ചില മൗലവിമാരും ചില ദുഷ്ടലാക്കുകളായ ചില വഹാബി ചിന്താഗതിക്കാരും മുതലെടുക്കും. എന്നിട്ട് അവര് പറയും, നമ്മളെ നാട്ടിൽ കാണുന്ന വിഡ്ഢിത്തരങ്ങൾ കണ്ടില്ലേ? എന്ത് വിഡ്ഢിയാണ് നമ്മളെ നാട്ടുകാര്. ഓരോ മഹാൻ മരിച്ചെടുത്തും എന്ത് ചെയ്യും? ഒരു പൊല കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതും. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇത് കാണുന്നുണ്ടോ? അപ്പൊ ഈ നമ്മളെ അല്പബുദ്ധികളായ വിഡ്ഢികള്, അതെ അങ്ങനെ തന്നെയല്ലേ? നമ്മളെ നാട്ടിലെ അല്പബുദ്ധികളായ വിഡ്ഢികൾ എന്ത് പറയും? ശരി തന്നെയാണല്ലോ, വല്ല മക്ബറയും കെട്ടി ഉയർത്തി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതാണെങ്കിൽ അത് നടത്തേണ്ടത് അതല്ലേ? അപ്പൊ ഈ അല്പബുദ്ധികള് ഒരു ഉംറ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മുജാഹിദാവും ഈ പമ്പര വിഡ്ഢി. സത്യത്തിൽ എന്തവിടെ സംഭവിച്ചത്? ആയിരക്കണക്കായ കൊല്ലങ്ങളായി മക്ബറകളും ഖുർആനോത്തും, മനസ്സിലായില്ലേ, മൗലൂദും റാത്തീബും എല്ലാം നടന്നിരുന്നത് ഈ 932 ശേഷവും അതിന് തൊട്ട് മുമ്പുമായിട്ട് എന്ത് ചെയ്തു? വഹാബികൾക്ക് അധികാരം കിട്ടിയപ്പോൾ അവരാ മക്ബറ എല്ലാം തച്ചർ പൊളിച്ചു. മനസ്സിലായോ? പറഞ്ഞു തച്ച് പൊളിച്ചു. ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മക്ബറകൾ തച്ച് പൊളിച്ച് നിലം പരിശാക്കി തകർത്തു. ചരിത്രം അറിയാത്ത ഇന്നത്തെ വിഡ്ഢി ഇത് നോക്കിയിട്ട് എന്ത് പറയാണ്? മനസ്സിലായില്ല. നമ്മളെ നാട്ടിലുള്ളത് പേച്ചോര. കാരണം മക്ബറ കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓടുകയാണെങ്കിൽ അത് നടത്തേണ്ടത് പറയാ ഇവിടെ മക്കയിലല്ലേ? ഹംസറിലാണ് മക്ബറയിലല്ലേ? അവിടെയല്ലേ? ഖദീജാവിന്റെ അവിടെയല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെയൊക്കെ ലോക പ്രശസ്തമായ എടുപ്പുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായ എടുപ്പുണ്ടായിരുന്നു. ആരുടെ മക്ബറയിൽ? ഖദീജ ബീവി ഖുർആനോടാനും മൗലൂദോടാനും എല്ലാവിധ സൗകര്യങ്ങളും വഹാബികൾ വന്നപ്പോൾ അടിച്ചു നിരമ്പേഷാക്കിയതാ, നശിപ്പിച്ചതാ. പല മൗലവിമാരും ഇതൊക്കെ പറയുന്നതായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേരളമാണ്. വളരെ വലിയ അക്രമമാണ് പറയുന്നതൊക്കെ. എന്തുകൊണ്ടാണ്? ഭീമമായ അബദ്ധങ്ങളാ. ചരിത്രത്തിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മക്ബറകൾ തച്ച് പൊളിച്ച് നിരമ്പരിശാക്കിയത് ഈ അടുത്ത കാലത്ത് വന്ന വഹാബി കുടിയേറ്റങ്ങളാണ്. അപ്പോൾ ചരിത്രകാരനും പണ്ഡിതനുമായ മുഹമ്മദ് അബ്ദുൽ യമാനി തന്റെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ചിന്തിക്കണം. അമാക്കിനു കസീറ, ധാരാളം സ്ഥലങ്ങളെ
മക്കത്തുൽ മുക്കറമയിലെ ധാരാളം സ്ഥലങ്ങളെ കുറെ വീടുകളും തുഖസ്സിസു അഹ്ലുഹാ ഫിൽ ഇഹ്തിഫാഇ تخصص أهلها في الاحتفاء بحياة السيدة خديجة رضي الله عنها. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ആണ്ട് നടത്തിയ പ്രത്യേകമായ ഒരുപാട് വീടുകൾ ചരിത്രത്തിൽ കാണാം. ഒരുപാട് പാർട്ടികളും പരിപാടികളും ഒക്കെ ഇതോടനുബന്ധിച്ച് നടത്താറുണ്ടായിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹുവിന്റെ ആണ്ട് അനവധി കൊല്ലങ്ങളായി മക്കായിലും പരിസരത്തും നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ ആണ്ടവധി പരിപാടികൾ നടത്താറുണ്ട്. അതെല്ലാം അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോടും. ആണ്ടിന് ആളുകൾ ഒരുമിച്ചുകൂടി മക്കായിലെ ചില പ്രദേശങ്ങൾ, ചില വീടുകളിൽ, ചില ഏരിയകളിലൊക്കെ ആളുകൾ ഒരുമിച്ചുകൂടി മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ആണ്ടിനോടനുബന്ധിച്ച് ആളുകൾ ഒരുമിച്ചുകൂടി ഖുർആനോടും. വബഅദു ജവാനിബി സീറത്തി സയ്യിദ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിയുടെ ചരിത്രം പറയും. ഹയാത്തഹാ മഅ റസൂലില്ലാഹി, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജീവിതത്തിന്റെ കാര്യങ്ങൾ പറയും. ഖദീജയുടെ ആണ്ട് നടത്തും പോലെ പല വീടുകളിലും എന്തും നടത്തിയിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആണ്ട് അത് റമളാൻ മാസത്തിലാണ്, അതും നടത്തിയിരുന്നു എന്ന്. ولا شك أن هذه المناسبات يستفاد منها كمناسبات تاريخية تذكر الناس عامة. ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത്? ജനങ്ങളെ ഓർമ്മിപ്പിക്കും. ആരെക്കുറിച്ച്? ഖദീജത്തുൽ കുബ്ര എന്ന്. وتجذب اهتمامهم إلى أمجاد الإسلام وأحداثه وتاريخ الأمة الإسلامية. അതുകൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക താരീഖ് ജനങ്ങൾക്ക് പഠിക്കാൻ അത് കാരണമാകും. ഇസ്ലാമിക ചരിത്രം കടന്നു വന്ന വഴികളെ ജനങ്ങൾ പഠിക്കാൻ അത് കാരണമായിട്ടുണ്ട്. مما يساعد على ترسيخ القيم والمثل في نفوسهم عن طريق استعراض تلك الأمجاد وعرض أمثال هذه السيرة العطرة أمام أعينهم وتبسيط الأحداث حتى تصل إلى قلوب الناشئة وعقولهم وتعرفهم على جوانب من سيرة هذه السيدة وابنتها السيدة فاطمة وبقية بنات رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആണ്ടുകൾ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മുസ്ലിം സമുദായത്തിന് ഉണ്ടായിട്ടുണ്ട്. ഖദീജ ബിയുടെ ആണ്ടുകള്, അതേപോലെ തന്നെ ഫാത്തിമയുടെ ആണ്ട്, മറ്റു നബിയുടെ പെൺകുട്ടികളുടെ ആണ്ടുകൾ, ഇതൊക്കെ അങ്ങനെ ചരിത്രത്തിൽ നടത്തിയപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ നേട്ടങ്ങൾ. എന്ത്? ആ കാലഘട്ടത്തെ കുറിച്ച് മനുഷ്യന്റെ മനസ്സിൽ കടന്നു വരും. അപ്പോൾ അവരെ പോലെ ആകാൻ ജനങ്ങൾ ശ്രമിക്കും. ജനങ്ങളുടെ ബുദ്ധിയെ അത് ശുദ്ധീകരിക്കും. ജനങ്ങൾക്ക് യഥാർത്ഥമായ താരീഖ് പഠിക്കാൻ കഴിയും. ആത്മീയമായ ഇസ്ലാമിന്റെ വശങ്ങളെ ജനങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ചരിത്രത്തിൽ ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. അബ്ദുൽ യമാനി പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് ഓതുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ പരിപാടികൾക്കൊക്കെ ജനങ്ങൾ നല്ല നല്ല ബെയ്ത്തുകൾ ചെല്ലും. ആരെക്കുറിച്ച്? ഖദീജ റളിയല്ലാഹു അൻഹ. ചില ഖദീജ ബീവിയെ പറ്റിയുള്ള ചില മൗലിദുകൾ, ഒരുപാട് മൗലിദ് ഉണ്ടായ മഹദിയാണ് ആര്? ഖദീജ. അവരുടെ മൗലിദുകൾ, ഒരുപാട് മൗലിദുകളുണ്ട് ഖദീജ ബീവിയെ കുറിച്ച്. ചരിത്രത്തിൽ ഒരുപാട് മൗലിദുണ്ട്. വന്നസരിൽ ജമീൽ, മനോഹരമായ ഗദ്യങ്ങളും മനോഹരമായ പദ്യങ്ങളും അതെല്ലാം ജനങ്ങൾ പാരായണം ചെയ്യും. അതൊക്കെ പതിവുണ്ടായിരുന്നു മക്കായില്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സീറയുടെ മജ്ലിസുകൾ മജ്ലിസ് ബിഖിറാഅത്തിൽ ഖുർആൻ. മനസ്സിലായോ? മജ്ലിസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഖുർആനോടും അവർക്ക് ഹദിയാക്കിയിട്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. പല ആളുകളും ഇരുന്ന് പല ഖിറാഅത്തുകൾ മനോഹരമായി ഓടും. പിന്നെ ബെയ്ത്ത് ചെല്ലുന്ന ആളുകൾ ബെയ്ത്ത് ചെല്ലും.
ഖസായിദ മുഖ്താറ ഫീ മനാഖിബി ഉമ്മിൽ മുഅ്മിനീൻ ഐ ത്വയ്യിബത്തി ത്വാഹിറ. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള അതിമനോഹരമായ ബെയ്ത്തുകൾ, പല കോലത്തിലുള്ള ബെയ്ത്തുകൾ ആ സദസ്സിൽ പാരായണം ചെയ്യും. കമാ ജാഅത്ത് ഫീ ബഅദിൽ കുതുബി, പല കിതാബുകളിലും വന്ന മനോഹരമായ ബെയ്ത്തുകൾ, ധാരാളം ബെയ്ത്തുകൾ ഉണ്ടായിട്ടുണ്ട്. മഹദിയായ ഖദീജത്തുൽ കുബ്ര ഫീ മനാഖിബി സയ്യിദ ഖദീജത്തുൽ കുബ്ര. പല ആളുകളും ആ വിഷയത്തിൽ ഒരുപാട് മക്കായിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാർ, മറ്റു പല പണ്ഡിതന്മാരും, പലരും, ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കുന്നതിൽ പതിവാകുന്നു. وهذه لقطات من السيرة التي تتلى قراءة حيث تقرأ مثل هذه النماذج فيقول خديجة تشرفت بعشرته وصحبته وفازت بخدمته وشهدت يوم بعثته وقامت بتأييده في دعوته ومؤازراته ونصرته. وبعد ذلك ينتقلون إلى اسمها ونسبها ولقبها سيدتنا خديجة بنت خويلد بن أسد بن عبد العزى بن قصيد الأسدية وأمها فاطمة بنت زائدة وقد حفظه الله من أرجاس الجاهلية. ഒരുപാട് ചരിത്രങ്ങൾ, അന്ന് കൂടിയ ആളുകൾ ഒരുപാട് ചരിത്രങ്ങൾ അവരെ പറ്റി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിച്ച പോരിശകൾ പറയും. മിൻ അർജാസിൽ ജാഹിലിയ, ജാഹിലിയ വൃത്തികേടുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട മഹിതയായിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അതായത് കഅബാലയത്തിന്റെ ചുമരും അവരുടെ വീടും തമ്മിൽ 9 മുഴത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. അവിടെ 300 ചില്ലാനം വിഗ്രഹങ്ങൾക്ക് കുമ്പിട്ട് സുജൂദ് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്ന് കേറി നോക്കൂല ആര്? ഖദീജ റളിയല്ലാഹു. ഇതൊക്കെ ആണ്ടനുസ്മരണത്തിൽ ജനങ്ങൾ അനുസ്മരിക്കൽ പതിവുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ എന്റെ വക പറയുകയല്ല. وقد ولدت رضي الله عنها قبل ولادة بنحو 15 سنة فنشأت في بيت طاهر طيب العراق. ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ച് ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് 15 വയസ്സ് അവർക്ക് കൂടുതലുണ്ടായിരുന്നു. അവരുടെ ചരിത്രം അനുസ്മരിക്കും എന്ന് വളഹറത്ത് അസ്റാറു തിൽക്കൽ അഖ്ലാഖിൽ മർദിയത്തി വൽ ഔസാഫിൽ ഹസനത്തി സക്കിയ فيما بلغت بين قومها في الجاهليه وما كانت عليا رتبه سنيه. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഖദീജ ബീവിയെ പറ്റി എഴുത്ത് ചെല്ലും, അവർക്ക് വേണ്ടി ഖുർആനോടും. പിന്നെയോ അവരുടെ ഉന്നതമായ സ്വഭാവങ്ങളെ അയവിറക്കും. അതിസുന്ദരവും മനോഹരമായ അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പറയും. ജാഹിലിയ കാലത്തിൽ പോലും ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിരുന്ന സത്യസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ആർക്ക്? അതെല്ലാം ജനങ്ങൾ ആ ആണ്ടർദിക്ക് ഒരുമിച്ച് കൂടിയെന്ന് പറയും. മിൻ മക്കാനത്തിന് അലിയ ഉർത്തുബത്തിന് സനിയ ثم يذكرون بداية ارتباطها بالرسول المصطفى. പിന്നെ ആ ആണ്ടനുസ്മരണത്തിൽ അവരെങ്ങനെ നബിയുമായി ബന്ധപ്പെടാനുള്ള അവസരം ഒരുങ്ങി എന്നത് അയവിറക്കും. وقد أراه الله تعالى لهذه السيدة الطاهرة أن تجمع بين شرف الدنيا وعز الآخرة. ദുനിയാവിലെ ഷറഫും ആഖിറത്തിലെ ഇസ്സത്തും കിട്ടിയ മഹദിയാണ് എന്ന് ആണ്ടർദിയിൽ കൂടിയ ആളുകൾ ഇരുന്ന് അനുസ്മരിക്കും. റളിയല്ലാഹു അൻഹ.